ഇന്ത്യൻ നാവികസേനയുടെ അണ്ടർ വാട്ടർ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രൊജക്ട് 75 എന്ന പേരിൽ 23,562 കോടി രൂപയുടെ പദ്ധതിയാണ് മുംബൈയിലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ നിർമ്മിച്ച ആറാമത്തെ കാൽവരി ക്ലാസ് അന്തർവാഹിനിയായ വാഗ്ഷീർ. ആറാമത്തെയും അവസാനത്തെയും കാൽവരി ക്ലാസ് അന്തർവാഹിനിയായ വാഗ്ഷീർ ഇപ്പോൾ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുമെന്നാണ് ഇതിന്റെ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ അന്തിമ പരീക്ഷണം നടത്തി വരികയാണ് എന്നും അധികൃതർ അറിയിച്ചു. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയുള്ള 6 കൽവരി ക്ലാസ് അന്തർവാഹിനികളുടെ ആദ്യ ബാച്ചിലെ ആറാമത്തെ അന്തർവാഹിനിയാണ് INS വാഗ്ഷീർ. ഫ്രഞ്ച് നേവൽ ഡിഫൻസ് ആൻഡ് എനർജി ഗ്രൂപ്പായ നേവൽ ഗ്രൂപ്പ് രൂപകൽപ്പന ചെയ്തതും മഹാരാഷ്ട്രയിലെ മുംബൈയിലുള്ള ഇന്ത്യൻ കപ്പൽശാലയായ മസഗോൺ ഡോക്ക് ലിമിറ്റഡ് നിർമ്മിച്ചതുമായ സ്കോർപിയൻ ക്ലാസിനെ അടിസ്ഥാനമാക്കിയുള്ള ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനിയാണിത്. ഒരേ സമയം 18 ടോർപിഡോകളോ ട്യൂബ് ലോഞ്ച്ഡ് കപ്പൽ വിരുദ്ധ മിസൈലുകളോ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലോ ഉപരിതലത്തിലോ അന്തർവാഹിനി വിരുദ്ധ യുദ്ധത്തിനും ഉപരിതല വിരുദ്ധ യുദ്ധത്തിനുമായി 18 ടോർപിഡോകൾ ഉപയോഗിച്ച് കൃത്യതയുള്ള ഗൈഡഡ് ആയുധങ്ങൾ ഉപയോഗിച്ച് ശത്രുവിനുമേൽ ആക്രമണം നടത്താനുള്ള കഴിവ് ഇതിനുണ്ട്. സ്റ്റെൽത്ത് ടെക്നോളജി പ്രാപ്തമാക്കിയ കൽവരി ക്ലാസ് അന്തർവാഹിനിക്ക് 221 അടി നീളവും 40 അടി ഉയരവുമുണ്ട്. ഇതിന് സമുദ്രോപരിതലത്തിൽ 20 കിലോമീറ്റർ വേഗതയുണ്ട്. 37 കിലോമീറ്റർ താഴെ 350 മീറ്റർ വെള്ളത്തിനടിയിൽ 50 ദിവസത്തേക്ക് മുങ്ങിക്കിടക്കുന്ന പരിധിയുമുണ്ട്. 360 ബാറ്ററി സെല്ലുകൾ അതിന്റെ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിക്കായി പ്രവർത്തിപ്പിക്കുന്നു. 6 അന്തർവാഹിനികളിൽ അവസാനത്തേതായ വാഗ്ഷീർ 2023 മെയ് 19 ആദ്യ കടൽ പരീക്ഷണം ആരംഭിച്ചു. 2024 നവംബറിലോ ഡിസംബറിലോ ബോട്ട് കമ്മീഷൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫ്രഞ്ച് സ്ഥാപനമായ നേവൽ ഗ്രൂപ്പിൽ നിന്നുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്ത കാൽവരി ക്ലാസ് ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ അതിന്റെ സമുദ്രനില ശക്തിപ്പെടുത്തുന്നതിനായി MDL ഇത്തരം 3 അന്തർവാഹിനികൾ കൂടി നിർമ്മിക്കാൻ ഫ്രാൻസുമായി ഇന്ത്യ ചർച്ച നടത്തുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 29 ഇന്ത്യയുടെ രണ്ടാമത്തെ തദ്ദേശീയ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയായ INS അരിഘട്ട് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. ഇത് ഇന്ത്യയുടെ ആണവ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ആണവ പ്രതിരോധം വർദ്ധിപ്പിക്കുകയും ഈ മേഖലയിൽ തന്ത്രപരമായ സന്തുലിതാവസ്ഥ സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇൻഡോ പസഫിക്കിലെ രാജ്യത്തിന്റെ എതിരാളികളെ തടയാൻ ആണവ ശക്തിയുള്ള പരമ്പരാഗത സായുധ അന്തർവാഹിനികൾ നിർമ്മിക്കാനും നാവികസേന പദ്ധതിയിടുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.